നിലത്ത് വീഴരുത്, അത്ര ഉള്ളെങ്കിൽ ആഗ്രഹം. കേക്കണ്ടായില്ലേ അമ്മേ? ഇങ്ങനെ ഇടാം. കൊച്ചിന്റെ പിന്നിൽ കൂടെ ഈ ബെൽറ്റ് ഇടാം. ഇത് മുന്നിലിങ്ങനെ ആളുടെ വൈറ്റ്. താങ്ക് യു. ഞാൻ കേട്ടത് ഇത് പനങ്കുരുവാണ്. മരപ്പട്ടി കഴിച്ചിട്ട് അത് ഇവിടെ വന്ന് അപ്പിട്ട് വെക്കുന്നതാണെന്നാ കേട്ടേക്കണ. അങ്ങനെ സ്റ്റീവ് കിട്ടും എന്തേ ഉറക്കത്തിൽ നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ എല്ലാവരോടും. ഗുഡ് മോർണിംഗ് ഒന്ന് പറഞ്ഞ ചക്ക. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞടാ. ഡാ ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എന്നാ ഹായ് പറഞ്ഞ എല്ലാവരോടും. ഹായ് അങ്കിൾ ആൻറ്റീസ്. എവിടെ സ്റ്റീവ് ഇവിടെ കസേരകളൊക്കെ അടുപ്പിച്ച് വെച്ച് വീടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ താമസം തുടങ്ങിയേക്കാണ്. ഉറക്കത്തിൽ നിന്ന് എൻ്റെ പോലെ ചിരിക്കണമെങ്കിൽ നീ എല്ലാവരോടും ഹായ് പറയോ? ഹലോ. ചേച്ചി സ്കൂളിൽ പോയി. ബ്രുമ്മയില് പോയാ? നീ കണ്ടില്ല? നീ ഉറങ്ങായിരുന്നില്ലേ? ബ്രുമ്മ എന്തേ നീ എന്റെ മേത്ത് പിടിച്ച് കിടക്കണ എങ്ങനെ? എങ്ങട് പോവാ? എങ്ങടെന്ന് പറ. അപ്പൊ ഇവന് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായി തുടങ്ങി. ഞാൻ അപ്പനാണ്, അവളമ്മയാണ്, ഗ്രേസ് ചേച്ചിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിട്ടാ. പണ്ട് അറിയായിരുന്നോ? പക്ഷെ എനിക്ക് ഇപ്പോഴുണ്ടോ ശരിക്കും ഫീൽ ചെയ്തേക്കണം. എന്നെ കൂടുതലായിട്ട് ഇങ്ങനെ അപ്പാന്ന് പറഞ്ഞ് വിളിക്കലും ഗ്രേസിനെ ആയാലും ചേച്ചിന്ന് വിളിക്കലും അല്ലേ. ഇറങ്ങടാ. അപ്പൊ സ്റ്റീവ് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻകാരൻ ചേട്ടൻ പോകണ്ടോ ആ വഴിയേക്കൂടെ. സ്റ്റീവ് ഇവിടെ മണ്ണിൽ കോരി 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 എന്തോ കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മണ്ണ് കോരി ഇവിടെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് ആളുടെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ഞങ്ങളിത് മിടുവിന്റെ വീട്ടിലേക്ക് വന്നേക്കാം കേട്ടോ. ചെക്കു എന്തിട്ട് വെള്ളം നോക്കിയടി. വല്ല മരുന്ന് എന്തെങ്കിലും ചെടിക്കുള്ള എന്തെങ്കിലും എന്തോ സൗണ്ട് കേട്ടുള്ളിന്ന്. വാർക്കമുള്ളെന്ന് തോന്നും. ഓ അമ്മ പുറത്താ. കേക്കണ്ടായില്ലേ അമ്മേ? ലൂബിക്ക് പറക്കി വെച്ചാണ്. പറക്കി വെച്ചാണോ പൊട്ടിച്ച് വെച്ചാന്നാണോ? ചീവു അപ്പയമ്മയും പോയിട്ട് വീഗം പാടാം കേട്ടാ. കേക്കണ്ട നീ വല്ലതും. അപ്പൊ അങ്ങനെ ഞങ്ങള് സ്റ്റീവിനെ വീട്ടിലാക്കി ഞങ്ങളതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റീവ് നല്ല ഗുഡ് ബോയ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര നേരം ഇരിക്കുന്ന അറിയില്ല. അപ്പോൾ അങ്ങനെ വിളക്കിനൊക്കെ പോയി ഞങ്ങളിതേ തിരിച്ചു വന്നു. സൂപ്പർ ഭക്ഷണമായിരുന്നു. പായസവും പപ്പടവും നല്ല അടിപൊളിയായിരുന്നു. കറികളൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതേ ഇവിടെ വന്നു. ഇനിയിപ്പോൾ സ്റ്റീവിനോട് ആക്കിയിട്ട് പോയിണ്ടായത്. പിന്നെ സ്റ്റീവിനെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകണം. ആമസോൺ ഞാൻ ഇയർബഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയത്. അപ്പോൾ അത് ക്ലാരിറ്റി 3 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ വീട്ടിലെത്തിയിട്ടാണ്. വീട്ടിൽ വന്നപ്പോൾ തന്നെ സ്റ്റീവ് ഇവിടെ വീണ്ടും അവൻ്റെ മണ്ണ് കോരിൽ തോന്നിയിട്ടുണ്ട്. എന്തിട്ടാ കോരനെ? എന്തുട്ടാ ഓമ്പൂ. ഇവിടെ കൊത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി. ഇവിടെയാണ് കൃഷി ചെയ്യാൻ പോണ കൊച്ച്. അപ്പോൾ അവിടെ കൊത്തി കളിച്ച് മണ്ണിളക്കെന്താണ് അത് കഴിഞ്ഞിട്ട് അവന് ഇവിടെ കൊണ്ട് കൂട്ടാനായിട്ട്. അതാണ് അവൻ്റെ ആവശ്യം. എന്ത് പരിപാടി? എൻ്റെ ആമസോൺ പ്രൊഡക്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഒന്ന് പിടിക്കോ? ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കും. ഇരുന്നിട്ടാണ് അൺബോക്സിങ്. ഇരുന്നിട്ട് സീലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ pink red dot like this appear anywhere in this label seal please do not accept. അങ്ങനെ pink അത് എക്സാമ്പിൾ ഒട്ടേന്നല്ലേ. എന്തായിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ പൊട്ടിച്ചിട്ട് പറയാം. ചിലപ്പോൾ റിയൽ ആയിട്ടുള്ള ആരെങ്കിലും ഫേക്ക് ഉണ്ടാക്കണ്ടാവുമായിരിക്കും. എന്തൊരു സംഭവം? ഇത് ഇയർബഡായിരിക്കും. ഇയർബോണ്ടോട് എത്ര സാധനങ്ങളോ? ഇത് ഇയർബഡിന്റെ ബോൾട്ട് എനിക്കുള്ളതല്ലേ? എനിക്കുള്ളതല്ല. ഇത് ബോൾട്ടിന്റെ
ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മോഡലുണ്ട്. 6 മൈക്കുള്ള സെറ്റപ്പ് സാധനമാണ്. സൂപ്പർ ആണ് ബോൾട്ട്. 2 ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിന്റെ മോഡല്. കാണാൻ പറ്റണ്ട, അത് കാണിക്കണ്ട. വീട്ടിൽ കുറെ ദിവസമായിട്ട് ചോദിക്കുന്ന സാധനമാണ് ഇത്. സ്കൂട്ടർമ ഗ്രേസിനെ ഒക്കെ കൊണ്ടുപോകുമ്പോ ഗ്രേസിന്റെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്നാനുള്ള ബെൽറ്റ്. അത് അർജന്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. അതില്ലാത്തോണ്ട് എനിക്ക് അവളെ കൊണ്ടുപോകാനൊരു ഭയമായിരുന്നു. ക്വാളിറ്റി ചെക്കഡ് ഈ സാധനം ഇങ്ങനെ മേത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ നമുക്ക് ഇങ്ങനെ ഇടാം. കൊച്ചിന്റെ പിന്നിൽ കൂടെ ഈ ബെൽറ്റ് ഇടാം. ഇത് മുന്നിൽ ഇങ്ങനെ ആളുടെ വൈറ്റ് ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചേട്ടാ ഇട്ട് കാണിക്കേ. ഇട്ട് കാണിക്കുന്നിട്ടടി. ഞാൻ ഇട്ട് കാണിച്ചോളാം. പിന്നിൽ ഇങ്ങനെ കൊച്ചിനെ ഇടയിൽ നമ്മുടെ വയറും ഇത് കണക്ട് ചെയ്യാ. കൊച്ചിനെ ഇതിന്റെ ഉള്ളിൽ എടുത്തു. അപ്പൊ കൊച്ചിനെ മേത്ത് ആദ്യത്തെ കണക്ട് ചെയ്യും. ബാഗ് പോലെ പിടിപ്പിക്കും. നമ്മുടെ വയറും നമ്മുടെ ഇങ്ങനെ കെട്ടും. അപ്പൊ നമുക്ക് കൊച്ചു സേഫ് ആയിട്ട് ഇരുന്നു ചെയ്താലൊന്നും അങ്ങോട്ട് പോവില്ല. നമ്മുടെ മേത്ത് ടൈറ്റ് ആയിട്ട് കൊച്ചിങ്ങനെ ഇരിക്കും. കൊച്ചിനെ ഇറങ്ങാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് കാർ 2 വീലറൊക്കെ ഓടിക്കുമ്പോ സ്റ്റീവിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ ഗ്രേസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേസ് ഇരിക്കണ ആളായത്. അപ്പൊ ഇതാണ് ബെൽറ്റ്. ഇത് നമ്മുടെ ജാസ്മിൻ ഉണ്ടല്ലോ, ജാസ്മിൻ പിള്ളേരെ ഇത് സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നു, വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്ന സാധനം. ഇയർബഡിന്റെ കാര്യം ഞാൻ റിവ്യൂ പിന്നെ പറയട്ടെ. മുമ്പ് മേടിച്ചിട്ടുണ്ടായില്ലോ, ബോൾട്ടിന്റെയും മേടിച്ചിട്ടുണ്ടായി. നല്ല ഇയർബഡുകളായിരുന്നു, അടിപൊളിയായിരുന്നു. നീ ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് ബോൾട്ടിന്റെ ബാസ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാ ഞാൻ പറയുന്നത്, ഫോണിൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് ഇതിന്റെ ബാസും ട്രബിൾ കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ നല്ല സാധനമായിട്ട് തോന്നിയോണ്ടാണ് ഇത് മേടിച്ചത്. ഇതിന്റെ വില വന്ന് 1999 രൂപ. കോസ്റ്റ്ലി ആണ് ഈ സാധനം. 1999 നിന്റെ ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ടായി 999 രൂപയായിരുന്നു. ഇതിന് 1000 രൂപ കൂടുതലാണ്. ഇതിന് 490 രൂപ കേട്ടോ. അടുത്ത സാധനം എന്ന് പറയുന്നത് ഇതൊരു റീഫർബിഷ്ഡ് സാധനമാണ്. ഇതെന്താ ആക്ച്വലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആമസോണില് ഓഫറുകളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇപ്പൊ ഓഫറുകളൊക്കെ അവിടെ തീർന്നിരിക്കുകയാണ്. ഇതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ പ്രൊജക്ടറിൽ ഇത് കിട്ടണില്ലോടി. ഇങ്ങനെയായിരുന്നു. ഇത് യൂസറാണ് തോന്നില്ല. സാധനം യൂസറാണ്. അങ്ങനത്തെ റീഫർബിഷ്ഡ് സാധനം. സാധനം നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചാർജർ അതിന്റെ അഡാപ്റ്ററൊക്കെ അല്ലടി. അതായത് ആമസോണിൽ ഇപ്പൊ ഓഫറോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇതിന്റെ കൂടെയുള്ള സാധനങ്ങള് അതിന്റെ പുതിയത് തന്നെയാണല്ലോ. HDMI കേബിള്, അതിന്റെ ചാർജർ, കേബിള്, ബാറ്ററി, പുതിയ 2 ബാറ്ററി. ഇത് മറ്റേ നമ്മൾ മേടിക്കുമ്പോൾ ബോക്സിൽ തരാറ്. ഇത് ബോക്സ് ഇല്ലാന്നുള്ളൂ. ഇത് റിമോട്ട്, നല്ല റിമോട്ടുള്ളൂ. അപ്പൊ ഞാൻ ആമസോണിൽ റീഫർബിഷ്ഡ് സാധനം മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ല ഫ്രഷ് ആണ്, നല്ല പുതിയ സാധനം. അപ്പൊ എന്തായാലും ഇത് ആമസോണിന്റെ ഫയർ TV സ്റ്റിക്ക് HD ആണ്, 4K അല്ല. ഇതിന്റെ വില എന്ന് പറയുന്നത് 3150 രൂപയുണ്ടോ. ശരിക്കും ആമസോണിന്റെ ഓഫറൊക്കെ വരുമ്പോൾ ഇതിന്റെ വില എനിക്ക് തോന്നുന്നു 1900-2000-2900 എത്താറുണ്ട്. ഇത് ടിവിയുടെ കൺട്രോളും കൂടി നമുക്ക് ഇത് കൂടെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. 4K അല്ല. അപ്പോൾ ഓൾറെഡി നമ്മുടെ 4K ഉണ്ട്. 4K ആണ് ഇപ്പോൾ അമ്മയുടെ ടി വിമ്മ കുത്തിയേക്കുന്നത്. അത് നമ്മൾ പുതിയത് മേടിച്ചത്. അത് 4K അമ്മയുടെ ടി വി ആണെന്നുണ്ടെങ്കിൽ HD ആണ്. അപ്പോൾ അമ്മയ്ക്ക് 4Kയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അമ്മയുടെ ടി വിമ്മ കുത്തിയിട്ട് അമ്മയുടെ ടി വിമ്മ കൂടി നമ്മുടെ പ്രൊജക്ടറിമ്മ കുത്താം. അങ്ങനെ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇത് റീഫർബിഷ്ഡ് സാധനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആമസോണിൽ നിന്ന് ഒരു റീഫർബിഷ്ഡ് സാധനം മേടിക്കുന്നത്. ഫ്രഷ് ആയിട്ട് തുടങ്ങി ഉപയോഗിച്ച് കണ്ട് പറയാം ഇത് ഫ്രഷ് ആണോ അല്ലയോ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും കാണുമ്പോൾ എല്ലാം ഫ്രഷാണ്. ബോക്സ് മാത്രം ഇല്ല എന്നുള്ളൂ. അതിൻ്റെ ഒറിജിനൽ മറ്റേതൊരു ഓറഞ്ച് കളർ ഒരു ബോക്സ് വരാറുണ്ട്. ആ ബോക്സ് ഇല്ല. ബാക്കി എല്ലാ സാധനവും അടിപൊളിയാണ്. ഇതാണ് ഇന്നത്തെ പർച്ചേസ്. ഇതിലൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ആ സൈഡിൽ കളപ്പുല്ല് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞോട്ടാ. അപ്പോൾ അതിൽ കമൻറ്റ് വന്നതാണ് കണ്ടിരുന്നു, ഇങ്ങനെ പുല്ല് വെച്ച രസമില്ല, അതിൻ്റെ ഇടയിൽ റോസപ്പൂക്കൾ വയ്ക്കണം, ഫ്രൂട്ട്സ് തൈയൊക്കെ വയ്ക്കണമെന്ന്. ആക്ച്വലി നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ഒരു പച്ചപ്പുൽ പരവതാനിയാണ്. അവിടെ ഇടയിൽ വേറൊരു സാധനങ്ങളും നമ്മൾ ഇത് ചെയ്യുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ
അതിൻ്റെ ഭംഗി കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ വീട്ടിലായാലും പലപ്പോഴും ഞാൻ പുല്ല് വെച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിരുന്നു അതിൽ അവിടെ ചെടികൾ വെച്ചുകൂടെ, ഫ്രൂട്ട്സ് വെച്ചുകൂടെ. അതല്ല, നമ്മുടെ മൈൻഡിലുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു പച്ച പുൽത്തകിടി ആകാന്നുള്ളതാണ്. വീഡിയോയിൽ കാണാൻ ഭയങ്കര രസമായിരിക്കും. അതാണ് എന്നെ സംബന്ധിച്ചും എനിക്കും ആ ഒരു പച്ചപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം. ഒരു പച്ചപ്പ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഇഷ്ടം. ഇനി എന്തായാലും എനിക്ക് പൂക്കളോടൊന്നും ഇല്ല. ഞാൻ അവിടെ വീട്ടിലായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ പൂക്കളൊന്നും. ഇവിടെയും റോസും വീട് കുറേ പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വെച്ചാൽ ഞാൻ റോസപ്പൂന്ന് എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ചെടികളൊന്നും. എനിക്കിങ്ങനെ പച്ചപ്പ്, കുറേ പച്ചപ്പ് തൂങ്ങി കിടക്കണം. ഫുൾ നോക്കുമ്പോൾ ലൈറ്റ് പച്ച, ഡാർക്ക് പച്ചയല്ല ലൈറ്റ് പച്ചകൾ ഇങ്ങനെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചാൽ തന്നെ നമുക്ക് ലോൺ മൂവ് ചെയ്യണ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഈ ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ, ഇത് തന്നെ ഇപ്പം ഇങ്ങനെ വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ വീട്ടിൽ കഴിഞ്ഞ ദിവസം പുല്ല് വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു സൈഡിൽ എന്തെങ്കിലും ചെറിയ എന്തിയടാ എന്തുത്താ അപ്പയ്ക്ക് അപ്പം എടുത്തോണ്ട് കേട്ടോ, അപ്പം എടുത്തോണ്ട് വെച്ച് പോയിക്കോ. മരപ്പട്ടിയുടെ കാഷ്ടം തോന്നും, പനങ്കുരു. താങ്ക് യു. ഞാൻ കേട്ടത് ഇത് പനങ്കുരു ആണ്. മരപ്പട്ടി കഴിച്ചിട്ട് അത് ഇവിടെ വന്ന് അപ്പിയിട്ട് വെക്കുന്നതാണെന്നാണ് കേട്ടേക്കണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതിങ്ങനെ വീടിൻ്റെ മുകളിലും അവിടെ ഒക്കെ കിടക്കണതാണ് ഈ കുരുക്കൾ, ഇങ്ങനെ കൂട്ടമായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ ഈ സൈഡിൽ ഇതേപോലെ മരങ്ങൾ വെച്ചാൽ പോലും നമ്മൾ ലോൺ മൂവ് ചെയ്യണ നേരത്ത് ഈ സൈഡിലേക്ക് ആ മെഷീൻ അടുപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സൈഡിലുള്ള പുല്ല് വെട്ടാൻ പറ്റില്ല. നമ്മളത് കൈകൊണ്ട് മറ്റേ കത്തിരിക്ക വെച്ച് തന്നെ വെട്ടണ ഏരിയ മുഴുവൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ മരങ്ങൾ വരുമ്പോൾ നമുക്കത് വെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഓരോ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പുൽത്തകിടി നമ്മൾ എപ്പോഴും പുൽത്തകിടി ആയിട്ട് അതിനങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടണേ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് എനിക്ക് തോന്നിയേക്കണേ. ഇനി എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്നു മാക്സിമം എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രേസിന് നമ്മുടെ ആ വീട് വിട്ടിട്ട് മാറാൻ ബാക്കി എല്ലാവരേക്കാളും വിഷമം ഗ്രേസിനായിരുന്നു. ഗ്രേസിന് അവിടുത്തെ അലക്സി ആയാലും എല്ലാ കാര്യങ്ങളും അവളുടെ ആ ഒരു മൈൻഡിലെല്ലാം സെറ്റാണ് അവിടെ. അപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒട്ടും ആകണ്ടായില്ല. കാരണം അന്ന് ഇവിടെ ആ ഒരു പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ഇതായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല ക്ലിയർ ആയപ്പോഴാണ് ആൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇൻട്രസ്റ്റ് തോന്നിയത്. അപ്പോൾ അതും മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് ഞാൻ മാക്സിമം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ആളിപ്പോൾ ഇവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് അവിടെ എനിക്ക് സെറ്റാക്കണം, ആണ് എൻ്റെ ആവശ്യം. എൻ്റെ അവിടെ ചെടികളും കാര്യങ്ങളൊക്കെ നട്ട് എനിക്ക് അടിപൊളിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെടികളൊക്കെ ഇനി പുല്ല് കെട്ടിയും കഴിഞ്ഞു, ഇനി ഓരോന്നായിട്ട് നടണം, എനിക്ക് ചെയ്യണം. നീ അപ്പി ഇട്ടിട്ടുണ്ടാ? ഭയങ്കര മണം. ബാ 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 ഓടിയോ, അമ്മ വിളിക്കണ്. ആ ഓടിയോ, താ വീണ്ടും കിട്ടിയ മരപ്പട്ടിയുടെ കാട്ടം. വാ വാ അമ്മ വിളിക്കണ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഓടിയാ ഇവിടെ ഈ ചെറിയ പുഴുവിനെ കണ്ടോ, ചെറിയാൻ പുഴു. ഇത് അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുണ്ട് കേട്ടോ. അത് മാവുമെന്ന് പറയുന്നതാണോ, അത് എവിടെ നിന്ന് വന്നേന്ന് കാണുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക ഇവറ്റങ്ങളെ. കുറേ ഉണ്ട് ഈ ചുമന്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ വരും. ബാ 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 ബാ. ശരിക്കും എന്റെ ഇയർബഡ് ഒന്ന് അൺബോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? അപ്പൊ എന്റെ ഇയർബഡിന്റെ ഉദ്ഘാടനത്തിനായിട്ട് പ്രശസ്ത വൈഡ് വ്ളോഗ്സ് വ്ളോഗർ നിലത്ത് വീഴരുത്, അത്ര ഉള്ള എനിക്ക് ആഗ്രഹം. പെട്ടിയും സ്ക്രാച്ച് വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അവനെ ഉറക്കിയിട്ടാണ് എനിക്കിന്ന് സാധനങ്ങളൊക്കെ വരിക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഇതെങ്ങനെയാ ഞാൻ ഓപ്പൺ ചെയ്ത ഇത് ഇങ്ങനെയാണല്ലേ. കാറ്റലോഗാണ് തോന്നുന്നു. ആക്സസറീസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിന് വെയിറ്റ് ഉണ്ടെന്നാണ് മറ്റേ നല്ല സാധനങ്ങളൊക്കെ എങ്ങനെയാ നോട്ടെ കാണിച്ച്. സൂപ്പർ അടിപൊളിയായിട്ടാ, കാണുമ്പോ ഒരു ലുക്കൊക്കെ ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട്. മറ്റേ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. സൂപ്പർ. ഓപ്പൺ ചെയ്യുമ്പോ ലൈറ്റ് കത്തുന്ന സൂപ്പർ ആട്ടോ, അടിപൊളി. പ്രൊഫഷണൽ സീരീസ് ബൈ ബോൾ. ചേട്ടൻ തന്നെ എടുത്തോ. ഇത് ഇങ്ങനെയാണല്ലേ, തുറക്കാൻ പറ്റില്ലേ? ഇത് എടുക്കാൻ കിട്ടണല്ലോ. എങ്ങനെ എടുക്കണേ? നിക്ക് നോക്കട്ടെ, എല്ലാം ഓക്കെ ഉണ്ടാവോ? എന്തത് കിട്ടാത്തെ? ചാടി പിടിക്കണ ഞാൻ എടുക്കാം. എനിക്കാണ് ഈ ഡോറിന്റെ ഇടയിൽ കൈ തന്നെ ഉണ്ടായിരിക്കും. ഡോറിന്റെ കൈ തരാണ്ട് എങ്ങനെ എടുക്കും? എടുത്തു. നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കാന്ത ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ടാ.
ഇവിടെ സൈഡിൽ ബോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. LED ഉണ്ട്. ഈ കുഞ്ഞൊരു പൂ പോലെ കാണുന്നത് LED ബൾബാണ്. ഓ എൻ്റെ നഖം കാണാൻ എന്തൊരു ഭംഗി. കടിക്കരുത് എത്ര നാളെ പറയണേ. സൂപ്പർ. ഇതിന് ലെഫ്റ്റ് റൈറ്റ് ഒന്നും എഴുതിയിട്ടില്ല മേഡം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഏതാ? സൂപ്പർ. പക്ഷെ എനിക്ക് ചെവിട്ടിലേക്ക് ഒരു പേടിയുണ്ട്. താഴെ വീഴോ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. പിന്നെ ആക്സസറീസ് ഒരു ചാർജിങ് കേബിൾ ആയിരിക്കും അല്ലേ. ഒരു 2-3 അതും ചാർജിങ് കേബിളും. ഒരു ചാർജിങ് കേബിൾ. അപ്പൊ ഇതാണ് എന്റെ ക്ലാരിറ്റി. നിനക്ക് തരില്ല, ഇനി തരില്ല മോള്. അത് നോക്കിയിരിക്കണ്ട. പോയിക്കോ. ഏയ് ഞാൻ ഇതേപോലെ ഓരോ സാധനം മേടിക്കും. 2 ദിവസം ഉപയോഗിക്കും, 3-ാമത്തെ ദിവസം അവള് കൊണ്ടുപോകും. നിന്റെ ഫോൺ എവിടെ? ഈ കവറ് ഇതിന് മുമ്പ് ഒരു കവർ ഉണ്ടായിരുന്നു, അത് നീ കൊണ്ടുപോയി. ഈ കവറ് ഞാൻ എന്റെ ഫോണിന് വേണ്ടി മേടിച്ചാണ്ടാ. ഞാൻ പറഞ്ഞു 2 ദിവസം വേണമെങ്കിൽ നോക്കിക്കോ, ഒറ്റ നോക്കി. ആഗ്രഹമല്ലേ, തീർത്തോട്ടെ എന്ന് വിചാരിച്ചു. അല്ല ഇത് നിന്നോട് ഞാൻ പറഞ്ഞ സത്യമായി പറയണം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം ഉപയോഗിച്ച് നോക്കിട്ട് എനിക്ക് തന്നെ. പിന്നെ അതുമാകെ ചെളിയും ഇതൊക്കെയാക്കി എന്തൊക്കെയാക്കി പിന്നെ എനിക്ക് ഇപ്പോഴാണ് ഈ സാധനമായേ. ഇത്ര ദിവസത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. സൂപ്പറാണ്. പിന്നെ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞത് ക്യാമറക്ക് ഇതിന്റെ ഇതുണ്ടായിരുന്നു, മറ്റേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ റൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്ന് പൊടി പിടിക്കും ക്യാമറയമ്മ. ഇതും ചില്ലല്ല, ആ സർക്കിള്. അതുകൊണ്ട് ഞാൻ എന്നോട് വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല മേഡം. ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ എന്തായാലും ഈ ഇയർബഡ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തായാലും ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞാൽ കാണും. അതിനെ കൊണ്ടുപോടി. അപ്പൊ എന്തായാലും നമ്മുടെ ബോൾട്ടിനെയൊക്കെ കൊണ്ടുപോയി ഇനി ചാർജൊക്കെ ചെയ്യട്ടെ. ഇനി വീട്ടിൽ പോകാനുണ്ട്, നമ്മുടെ കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ.